ADGP MR അജിത് കുമാറിന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിനായി DGPയുടെ ശുപാർശ കത്ത് DGP സർക്കാരിന് കൈമാറി. 6ാം തവണയാണ് അജിത് കുമാറിന്റെ പേര് ശുപാർശ ചെയ്യുന്നത്. കഴിഞ്ഞ 5 തവണയും മെഡൽ അജിത് കുമാറിന് ലഭിച്ചിരുന്നില്ല. റഹീസ് റഷീദ് എത്തുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ്. കഴിഞ്ഞ 5 തവണയും പോലെയല്ല ഇത്തവണ DGP ശുപാർശയിൽ 6ാമത്തെ പേരുകാരനായി MR അജിത് കുമാർ നിൽക്കുന്ന വേളയിലാണ് ഇത്തവണ അദ്ദേഹത്തിന് കാര്യങ്ങൾ അനുകൂലമാകുമോ? എന്തൊക്കെയാണ് വരുന്ന സൂചനകൾ റഹീസ്? സുജയ, രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവന മെഡലിനുള്ള പുരസ്കാരത്തിന് ADGP MR അജിത് കുമാർ യോഗ്യനാണ് എന്ന കാര്യം DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു. രാഷ്ട്രപതിയുടെ മെഡലിനുള്ള ശുപാർശയിൽ MR അജിത് കുമാറിൻ്റെ പേര് കൂടി കൊടുക്കണം എന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ DGP ശുപാർശ ചെയ്തിരിക്കുന്നത്. ഈ ശുപാർശ രാഷ്ട്രപതി ഭവന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അത് കൈമാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്ന വിവരം. പലതരത്തിലുള്ള വിവാദങ്ങളിൽപ്പെട്ട ഉദ്യോഗസ്ഥനായ MR അജിത് കുമാറിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവന മെഡൽ നൽകണം എന്ന് കഴിഞ്ഞ 5 തവണയും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ശുപാർശ ചെയ്തതാണ്. പക്ഷേ IB റിപ്പോർട്ട് പലതരത്തിലുള്ള ആരോപണങ്ങളുടെ മുനയിൽ നിൽക്കുന്ന MR അജിത് കുമാറിന് രാഷ്ട്രപതിയുടെ പുരസ്കാരം നൽകേണ്ടതില്ല എന്ന IB റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ പുരസ്കാരം നൽകാതിരുന്നതാണ്. ഇത്തവണ DGPയുടെ ശുപാർശ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് വിജിലൻസ് അന്വേഷണം നടക്കുന്ന കാര്യം DGP ആ ഫയലിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് ആഭ്യന്തര വകുപ്പ് പോവുകയും ചെയ്തത്. ഇത് MR അജിത് കുമാറിന് രാഷ്ട്രപതിയുടെ മെഡൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്നൊരു ആരോപണം കൂടി ഇതുമൂലം ഉയരുന്നുമുണ്ട്. MR അജിത് കുമാറിനെ സംബന്ധിച്ച് RSS നേതാക്കളായ ദത്തോത്രേയ ഹൊസബള്ളയെയും റാം മാധവനെയും കണ്ടത് മുമ്പ് വിവാദമായിരുന്നു. രാഷ്ട്രപതിയുടെ മെഡലിന് വേണ്ടിയാണ് അന്ന് അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് എന്നൊരു ആരോപണം കൂടി ഉയർന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും രാഷ്ട്രപതിയുടെ മെഡലിനുള്ള ശുപാർശ പട്ടികയിലേക്ക് MR അജിത് കുമാർ കടന്നു വന്നത് എന്ന് ഓർക്കണം സുജയ. ഓക്കെ, റഹീസ് റഷീദാണ് നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു റഹീസ്.